സത്യത്തിൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഭ്രാന്താവുന്ന അവസ്ഥയാണ്. അവിടെ ഗബ്രിയും ജാസ്മിനും കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മെന്റലായിട്ട് ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ബിഗ് ബോസ് രണ്ടിനും കൂടിയിട്ട് ആ ഡോറ് തുറന്നിട്ട് ചവിട്ടി പുറത്താക്കണം. വെറുതെ പുറത്താക്കിയാൽ പോരാ, ചവിട്ടി പുറത്താക്കണം. ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഷോ എന്ന് ശുദ്ധീകരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ അവസ്ഥയാണ് ലൈവ് കാണുന്ന സമയത്ത് തോന്നുന്നത്. ഒരുത്തിക്ക് അവിടെ മുടിഞ്ഞ പ്രേമം അതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടും ഗബ്രി അവിടെ ഇരുന്ന് പറയാണ്, നിനക്ക് എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ കാണുന്ന ജനങ്ങൾ എന്താ പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒരുത്തി അവിടെ ഇരുന്നിട്ട് മുടിഞ്ഞ പ്രേമാണെന്ന് പലതവണ പറഞ്ഞിട്ടും അവിടെ ഇരുന്ന് ഗബ്രി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അത് നിനക്ക് എന്നോട് ഇഷ്ടമാണോ? ഇതാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത്. എന്താ ചെയ്യല്, റിവ്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളിരുന്ന് ലൈവ് കാണുമ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പൊട്ടക്കിണറിൽ ഇടാനായിട്ട് തോന്നുന്നത്. സത്യത്തിൽ രണ്ടുപേർക്കും മടുത്തും തോന്നുന്നു. എങ്കിൽ പിന്നെ രണ്ടുപേർക്കും നമുക്കിനി പിരിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിഞ്ഞാൽ മതി. ഇതിപ്പോ ജാസ്മിനെ ആണെങ്കിൽ ഒടുക്കത്തെ പ്രണയമാണെന്ന് ഗബ്രിയോട് പറയുന്നു. അപ്പൊ അവൻ തിരിച്ച് പ്രണയിക്കാത്തത് കൊണ്ട് തന്നെ അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഗബ്രിക്കാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ ഒഴിവാക്കുകയും വേണം, എന്നാ ജാസ്മിന്റെ കൂടെ നിർത്തുകയും വേണം. ഇതാണ് ഗബ്രിയുടെ അവസ്ഥ. പ്രണയിക്കാനൊന്നും ഗബ്രിയെ കിട്ടില്ല, എന്നാൽ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ അവളെ വേണേനും. ഇതാണ് ഗബ്രിയുടെ അവസ്ഥ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവളെ തിരിഞ്ഞു നോക്കാൻ പോണില്ല എന്ന് ഗബ്രി പറയുകയും ചെയ്തു. അപ്പൊ ഈ പേര് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്നോട് ചോദിച്ചോളൂ, നിനക്ക് എന്താണ് വേണ്ടത്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എന്താണ് വേണ്ടതെന്ന് ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജാസ്മിൻ, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് ഇവിടുന്ന് വരുന്ന മറുപടി. ജാസ്മിൻ പലതവണ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പം ഇല്ല, എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ആയി എൻ്റെ കാര്യത്തിൽ. പക്ഷെ ആ ക്ലാരിറ്റി ആയതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നിനക്ക് താല്പര്യമില്ല, നമ്മൾ തമ്മിൽ നടക്കില്ല, നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് നിനക്കത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്കത് നിർത്താവുന്നതേ ഉള്ളൂ, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാം എന്നുള്ളത്. പക്ഷെ നീ അതിനൊരു കൃത്യമായ മറുപടി അല്ല പറയുന്നത്. എങ്കിൽ നീ അത് പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. എന്നിട്ടും നീ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഫ്രണ്ട്സുകളെ പോലെയല്ല എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. അവിടെ ഗബ്രി പറയുന്നത് എനിക്ക് വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രണയിക്കുന്ന കുട്ടിയെ വിവാഹം കഴിക്കുള്ളൂ, വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളെ ഞാൻ പ്രണയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഗബ്രി. രണ്ടെണ്ണത്തിന് കണ്ടുകൊണ്ട് തല പെരുത്തുകൊണ്ടിരിക്കുന്ന നമ്മളും.